ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ യൂട്യൂബിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സാധാ ഒരു പൗഡറാണ്. അപ്പം ഇത് അമ്മ ലണ്ടനിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ഒരു പൗഡറാണ്. അപ്പൊ ഇതിന്റെ സ്മെല്ല് പറഞ്ഞാൽ ഇറ്റ്സ് ഓസം ആണ്. ഇത് ഫ്ലോറൽ കളക്ഷൻ ലാവൻഡർ സിൽക്കി ടാൽക്കം പൗഡർ. ഓക്കെ, ലാവൻഡറിന്റെ സ്മെൽ നമുക്കറിയാം. യാർഡ്ലി ലാവൻഡറിന്റെ ആ പോക്കറ്റ് പെർഫ്യൂം നല്ല സ്മെല്ലാണ്. പിന്നെ യാർഡ്ലിന്റെ കുറെ പൗഡർ ഉണ്ട്. ഇത് യാർഡ്ലിന്റെ അല്ല, പക്ഷെ യാർഡ്ലിന്റെതല്ല. ലാവൻഡർ എന്താ പറയാ, ലാവൻഡർ സ്മെല്ല് വരുന്ന അങ്ങനെ ഈ യാർഡ്ലിന് ഏതുമല്ലോ. ഇത് യാർഡ്ലിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടല്ല തോന്നുന്നത്. എം&എസ് എന്നൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് എന്താ പറയാ, ഒരു നല്ല കാണുന്ന നല്ല ഭംഗിയുണ്ട്. ഒരു എന്താ പറയാ, ഒരു സിലിണ്ടർ ഷേപ്പ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇന്ന് ഭയങ്കര നല്ല എന്താ പറയുക, നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ലൊരു സ്മെല്ലാണ്. നമുക്കിത് ഞാൻ ആക്ച്വലി പൗഡർ യൂസ് ചെയ്യാത്ത ആളാണ്. പക്ഷെ അമ്മ കൊണ്ടുവന്നോണ്ട് ഞാനിത് വെറുതെ അവിടെ മൂലക്ക് വെക്കണ്ട വിചാരിച്ചിട്ട് ഞാനും എന്റെ ഹസ്ബൻഡും ഇത് യൂസ് ചെയ്യുന്ന സാധനം. അപ്പോൾ ഇത് നമ്മള് ഒക്കേഷണൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതായത് പുറത്തു പോകുമ്പോൾ മാത്രം. ഡെയിലി ആയിട്ട് ഞാൻ വീട്ടിൽ നിന്നൊന്നും ഈ സാധനം യൂസ് ചെയ്യാറില്ല. എനിക്ക് ആക്ച്വലി പൗഡർ ഇടുന്നതിന് ഇഷ്ടമല്ല. പക്ഷെ ഒരാൾ അങ്ങനെ കൊണ്ടു തന്നത് അത് മൂലക്ക് വെക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് കേസ് ഞാൻ പറയാം. അപ്പൊ എന്റെ ഹസ്ബൻഡ് വാലന്റൈൻസ് ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് ബോക്സ് അൺറാപ്പ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തന്നെ ഒരു വീഡിയോ. അതില് ആ ഒരു പാക്കറ്റിൽ നിറച്ചും മറ്റേ ഫോറിൻ ചോക്ലേറ്റാ, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചോക്ലേറ്റാ. അപ്പോ അങ്ങനത്തെ ചോക്ലേറ്റ് ആക്ച്വലി എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇപ്പം ഞാൻ കളയാണ്ട് വെച്ചെന്താണെന്നറിയോ, ഓർ കൊണ്ടു തന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് മാത്രം കളയാണ്ടിരിക്കുന്നതായിരിക്കും. എനിക്കത് ഞാൻ എന്റെ വീട്ടിലെല്ലാവർക്കും അറിയാം, ഞാൻ അങ്ങനത്തെ ചോക്ലേറ്റ്സ് കഴിക്കാറില്ല. ഞാൻ ഇങ്ങനത്തെ കിൻഡർ, സ്നിക്കേഴ്സ്, ഗാലക്സി, ഡയറി മിൽക്ക് അങ്ങനത്തെ എത്ര കിട്ടിയാലും തിന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ചോക്ലേറ്റ്സ് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഇത് ലാവൻഡറിന്റെ സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലാതെ ഇടാം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ഇടാൻ പാടില്ല. കുറച്ച് ഇച്ചിരി, ഞാനെന്ന് പറഞ്ഞാൽ പൗഡർ യൂസ് ചെയ്യാത്ത ആളാ. പക്ഷെ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഉള്ള സമയം നമുക്ക് ഒരാൾ അങ്ങനെ കൊണ്ടുത്തന്ന് നമ്മൾ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ആ സൈഡിൽ ഇടാൻ പാടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഇത് ഞാന് പുറത്തു പോകുമ്പോൾ മാത്രം കുറച്ചൊരു ഇത് എന്താ പറയാ, കൈക്ക് കുറച്ച് തട്ടിയിട്ടേ ഞാനിത് ഇടാറുള്ളൂ, യൂസ് ചെയ്യാറുള്ളൂ. ഇത് നല്ലൊരു സ്മെല്ലും തരും നമുക്ക്. കാണുന്ന തന്നെ നല്ല ക്യൂട്ട്, നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ, ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന പൗഡർ ആണ്. അപ്പോ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ബോട്ടിൽ, സിലിണ്ടർ ഷേപ്പ് ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു ബോട്ടിലാണ്. അപ്പൊ ഇത് ഭയങ്കര നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. പൗഡർ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷെ ഞാൻ പൗഡറേ യൂസ് ചെയ്യാത്ത ആളാ. പക്ഷെ ഒരാൾ അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, എല്ലാവരും യൂസ് ചെയ്യില്ല. എന്താ പറയാ, ഞാൻ ഇപ്പൊ കോസ്മെറ്റിക്സ് വാങ്ങാൻ പോയാലും പൗഡർ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇഷ്ടമല്ല. പൗഡർ എന്ന സാധനം ഞാൻ ആക്ച്വലി യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ഭയങ്കര പൗഡറോട് എന്തോ ഒരു ഇതാണ്, ഇഷ്ടക്കുറവാണ്. ബാക്കി എല്ലാം യൂസ് ചെയ്യും. ഫൗണ്ടേഷൻ, പ്രൈമർ, ഹൈലൈറ്റർ എല്ലാം, കോണ്ടോർ എല്ലാം യൂസ് ചെയ്യും. എന്താ വേറെ ഒന്നും ഞാൻ പൗഡർ ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല. പൗഡർ പക്ഷെ നമ്മള് ഫൗണ്ടേഷന് പിന്നെ പൗഡർ തന്നെ വരുന്ന ഒരു ഇതുണ്ടല്ലോ, കോമ്പാക്ട് പൗഡർ, അതെല്ലാം ഞാൻ യൂസ് ചെയ്യൂ. പക്ഷെ ഇങ്ങനത്തെ പൗഡർ ഒന്നും എനിക്ക് ആക്ച്വലി ഇഷ്ടമല്ല. സോ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്, എം&എസിന്റെ പ്രൊഡക്റ്റാണ്. നല്ലൊരു, ഇവിടെ ബാക്കിൽ ചെയ്തിട്ടുണ്ട് മെയ്ഡ് ഇൻ തായ്ലൻഡ്, കണ്ടാ, മെയ്ഡ് ഇൻ തായ്ലൻഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് ഓൺലൈൻ ആപ്പായിട്ട് ഇൻസ്റ്റോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് ഇതിന്റെ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കുറച്ച് എന്താ പറയാ, ഇതെന്താണ് ഒരു ഹസാർഡസ് കോഷൻ എന്ന് പറയുന്നത്, ഈ ഒരു പൗഡർ നമ്മളെ കുട്ടികളെ നോസിനും മൗത്തിനും ഇടയിന്ന് ഇത് നമ്മളിങ്ങനെ പൗഡർ തട്ടാൻ പാടില്ല. കീപ് പൗഡർ അവേ ഫ്രം, അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ, കീപ് പൗഡർ അവേ ഫ്രം ചിൽഡ്രൻസ് നോസ് ആൻഡ് മൗത്ത്. അതായത് കുട്ടികളെ മൂക്കും വായിന്നും ഈ പൗഡർ മാറ്റി വെക്കാം. നോട്ട് ഫോർ ഇന്റിമേറ്റ് ഹൈജീൻ യൂസിന് ഇത് പാടില്ല. ഓക്കെ, ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഓക്കെ, നല്ലൊരു സ്മെല്ലാണ്. താങ്ക് യു.